ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒട്ടും തന്നെ കുഴഞ്ഞു പോവാതെ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വഴുതനങ്ങ തോരൻ്റെ റെസിപ്പി നോക്കട്ടോ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ഫോളോ ആക്കി നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസും കൂടി ഒന്ന് അറിയിക്കുക. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കഴിയാതെ വീഡിയോ കാണാം. ഞാനിവിടെ ഏകദേശം 2 കപ്പ് വഴുതനങ്ങ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഒരു അരപ്പ് ഉണ്ടാക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു പച്ചമുളക്. ഇത് നമുക്ക് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു പീസ് വലിയുള്ളിയും കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് താളിച്ചെടുക്കുന്ന സമയത്ത് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനെന്താ ഫ്ലെയിമിലൊരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാവുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പും വറ്റൽമുളകും പൊട്ടിച്ച ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെല്ലുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ വഴുതനങ്ങ ഒന്നും ഓവർ കുക്കിംഗ് ടൈം ആവശ്യമില്ലാത്തൊരു വെജിറ്റബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഈ തോരൻ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കുക്കായി കിട്ടും. അങ്ങനെ ഞാനിതാ എൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് മറ്റൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ അരപ്പൊക്കെ ഒന്ന് കുക്കാക്കി എടുക്കണം. ഒരുപാട് സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് 2-3 മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അരപ്പും കൂടി കംപ്ലീറ്റ് ആയിട്ട് കുക്കായി കിട്ടും. അങ്ങനെ ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ജസ്റ്റ് ഒന്ന് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ അരപ്പിനും കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പ് നേരത്തെ നിങ്ങൾ ചേർത്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് ചോറിൻ്റെ കൂടെയും അതേപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ആക്കി നോക്കുക. നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതേപോലുള്ള സിമ്പിൾ റെസിപ്പീസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുതേ. ഇൻഷാ അല്ലാഹ് നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.